കരയല്ലേ സുമി. ഭർത്താവ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഭാര്യ സന്തോഷത്തോടു കൂടി വേണ്ട യാത്ര അയക്കാൻ. എന്നാലും ചേട്ടൻ ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയല്ലോ. മനുഷ്യൻ സാഹചര്യത്തിനടിമയല്ലേ സുമി. പെട്ടിയെടുക്കട്ടെ, കണ്ണോടയ്ക്ക്. ആത്മസംയമനം പാലിക്കൂ സുമി. ദിവസവും 2 നേരം ഞാൻ നിനക്ക് കത്തെഴുതും. എന്താ അളിയ എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ലളിയ, ആവില്ല. അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എൻ്റെ ഒരേ ഒരു അമ്മാവൻ. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എൻ്റെ ഏട്ടൻ എൻ്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ചിരിക്കില്ലേ ചേട്ടാ? നല്ല ചന്ത, തൃപ്തിയായി. ലാലുട്ടി, പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കണം. നീലചന്ദ്രീംരി ജൂം സന്നാന അമ്മേ, നീലചന്ദ്രീംരി ജൂം സന്നാന, നീലചന്ദ്രീംരി ജൂം സന്നാന, ജൂം സന്നാന, എന്റെ നീലചന്ദ്രീ. അയ്യോ, എന്നെ പൊക്കി. അയ്യോ, എവിടെ പോകുന്നു? ആള് വന്നിരിക്കുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അയ്യോ, അലേ നിന്നേ. എന്താ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ലേ? എനിക്കറിയോ, അവരോട് ചോദിക്കണം. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ഈ താലിയുടെ അല ഈ കല്ലിന്റെ മാറ്റം തുറച്ചു നോക്കായിരുന്നു. ഈ കല്ല് മുക്കാണോ? വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ? അയ്യോ, എനിക്ക് വിശ്വാസം പാമേ. പോലീസുകാർക്ക് വിശ്വാസം ഇല്ലാതെ അയലോ ഒന്ന് പേടിച്ചിട്ടാ. അനിയന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അയ്യോ, ലൈറ്റ് പിടിച്ചു. അയ്യോ അയ്യോ, എന്നെ കൊല്ലണ്ടേ. മനസ്സിലായിട്ട് തന്നെ തന്നത്. തലേക്കൂടെ മുണ്ടിട്ട് ആളറിയത്തില്ലെന്ന് വിചാരിച്ചു. അത് മഴ കാരണമാണ്. കാരണമൊന്നും പറയണ്ട. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് വരെ ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. മാനവും മര്യാദക്ക് ജീവിക്കുന്നവരാ ഇവിടെ. മാനവും മര്യാദ ഇവിടെ ആർക്കാ മാനവും മര്യാദ ഉള്ളതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഡേറാഡൂണിന്ന് എപ്പ വന്നനിയാ? ചേട്ടാ, പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. എല്ലാത്തിനും ഈ തള്ള ഒരുത്തിയാണ് കാരണം. സ്ത്രീധനമായിട്ട് എനിക്ക് മുക്ക് കൊണ്ടുപോകണം വന്നല്ലേ? എന്റെ തള്ളയല്ല, ചേട്ടന്റെ തള്ളയെ തെറ്റുകാരി. കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ 10 പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞാനാ മുക്കൊണ്ട് വാങ്ങിയിട്ടത്. സുമി, എല്ലാം ചേട്ടനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. സുമി, ഇനി അധിക കാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്കും വേണ്ടി കിട്ടി. എന്റെ സിംഫണിയും പൊട്ടി. ഇതെടുത്ത് വെട്ട്. ഞാൻ എന്തൊരു കളി കളി കളിക്കുന്നത്? ഞാൻ പോകുന്ന കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? എന്ത് കളിയാണ് കളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല പറ്റി. എന്താണ് നിങ്ങളോടാ ചോദിച്ചത്? വാരിക്കുഴി വീട്. വാരിക്കുഴിയിലെ അറിയാമോ? ആരെ കാണാനാ? അങ്ങനെയൊന്നുമില്ല, എല്ലാരെയും കാണണം. മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കൂ.
ഒന്ന് ചോദിച്ചു കളയാം. ആ മാല വിറ്റിട്ട് അതെങ്ങനെ മനസ്സിലായി? ആളെ കണ്ട അറിഞ്ഞൂടെ? ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ്. അവിടെ വയലിന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിക്കുഴിയിലെ വീട്. നിങ്ങൾ അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട്. വേഗം ചെന്ന പിടികൂടാ. നല്ലായിക്കോട്ടെ, കാണാം. പിന്നെ ഞാനിവിടെ വരാം. കയറിക്കോളൂ. അല്ലെങ്കിൽ വേണ്ട. ലാലിച്ച, ഇന്നോടെ നീ പുറത്തും ഞാൻ അകത്തും. ഇന്ന് നിന്റെ ചീ 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 ചീ. കല്യാണിക്കുട്ടി അമ്മ. ഞാനോ? മകനാ അശോകൻ. നിങ്ങളാരാ മനസ്സിലായില്ല? പറയാം. കേറിയിരിക്കാൻ ആരും പറയാത്ത എന്താ? കയറിയിരിക്കാം. ഇരിക്കൂ. അമ്മ ഇരിക്കൂ, ഇരിക്കൂ. വരാം സാർ, വരാം 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 വരാം. നമ്മളെയല്ലേ വഴി വെച്ച്? അതെ, ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്കു വഴി കൂടെ എത്തി. വണ്ടി കറങ്ങിയല്ലേ വരുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ഭരതൻ. ഓ, അപ്പൊ കേസുമായോ? നന്നായി. ആളിവിടെ ഉണ്ട്, ഉറക്കവാ. കൈയോടെ പിടിക്കാം. പോലീസുകാരെ വെട്ടിച്ച് കിടക്കാം. ഒന്ന് പാടുന്നു. പോലീസോ? അതെ, പോലീസ്. ഇയാൾ ആരാ? ഞാൻ കല്യാൺകുട്ടിയമ്മയുടെ മൂത്ത മകളുടെ മൂത്ത ഭർത്താവാ. സാർ ക്ഷമിക്കണം, അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ. മാല മാറിപ്പോയി. സ്വന്തം ഭാര്യയുടെ മാല തന്നെയാ, അല്ലാതെ മോഷിച്ചൊന്നുമല്ല. മോഷിച്ചാണോ മാറിപ്പോയതാണോ എന്നല്ല പ്രശ്നം. സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുവണ്ട കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞ വിശ്വാസവഞ്ചനല്ലേ? ഇത്തരം കേസിന് കുറഞ്ഞത് 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും, അല്ലേ വക്കീൽ സാർ? എന്റെ പൊന്ന് സാറേ, എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അറിയാതെ ചെയ്തു പോയതാ, ജയിലിലിടരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത്. ഇയാളെ അമ്മയ്ക്ക് മനസ്സിലായത് നോക്കണം. ഇത് നമ്മുടെ വീരപ്പനല്ലേ? അല്ലേ? ഇല്ല, എവിടെയോ കണ്ടുമറന്ന മുഖം. എന്നാ ഇതൊന്ന് നോക്കൂ. ഗിരിജയ്ക്ക് ഇനി വല്ല വിവാഹാലോചനയുമായി വന്നതാണോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത്. ആരാണെന്ന് പറ സാറേ. ഇതെന്താ ക്വിസ് മത്സരം? അയ്യോ, ഇതെന്റെ വാസുകുട്ടിയല്ലേ? എവിടെയവൻ? ഇപ്പോഴെങ്കിലും എന്നെ ഒന്നൊന്ന് കാണാൻ തോന്നിയല്ലോ. വിളിക്കവനെ, ഞാനൊന്ന് കാണട്ടെ. അമ്മേ, അമ്മയുടെ സഹോദരൻ ഇനി വിളിച്ചാ വരില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ വിധി ഒന്നിനും സമ്മതിച്ചില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. എന്റെ വാസുകുട്ടി. ഒരു ചെറുപ്പം മുതലേ അവന് നാട് വിട്ടു പോണമെന്നായിരുന്നു മോഹം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാട് വിട്ടു. എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ. അച്ഛൻ മരിക്കാൻ നേരവും വാസു വന്നില്ലേന്നാ ചോദിച്ച്.
കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. പോയവരോ പോയി. ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ടത് പൂർത്തീകരിച്ചു കൊടുക്കുക. എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുകയുണ്ടായി. വിധി എന്നൊന്നുണ്ടല്ലോ, അതുപോലെ നടക്കൂ. ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നുപെട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ആരൊക്കെയോ സഹായിച്ചു, കുറെ പണമുണ്ടാക്കി. അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത്. ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു. അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി. കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു. ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശിയായ തൻ്റെ ഏക മകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. തൻ്റെ പെങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും അങ്ങോട്ട് വരണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത്. അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ? അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വില പതിക്കുന്ന സ്വത്തുക്കൾ വേണ്ടവണ്ണം നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ വിഷമിക്കുകയാണ്. എന്നാ ഉടനെ പോകാളിയാ. കറക്റ്റ്. അല്ല വക്കീൽ, ഒരു സംശയം ചോദിച്ചോട്ടെ. വാസ്തവത്തിൽ ഈ പെൺകുട്ടിക്ക് വല്ല മാറാവ്യാധിയോ ഭ്രാന്തോ അല്ലറ ചില്ലറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എന്തായാലും എനിക്ക് പരിപൂർണ സമ്മതമാണ്. എനിക്കും. അശോകൻ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കിതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നു. മാത്രമല്ല സർ, അച്ഛനുള്ളപ്പോ പറയുമായിരുന്നു അർഹിക്കാത്തൊന്നും ആഗ്രഹിക്കരുത്. വേണ്ട വേണ്ട സർ. എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക. എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനോട് അറിയിക്കുകയാണ്. അളിയ എന്താ ഇത്? കാലുവിട്, കാലുവിടാൻ രാവിലെ തന്നെ കാല് വാരുവാന്നോ? കാല് വാരിയല്ല അളിയാ, ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കുക. കാലെന്ന് വിടാൻ. അളിയാ, ഞാൻ പറയുന്ന കേക്ക്. അളിയാ കേക്ക്. ഓ, അടുത്ത മാരം. മാറിക്കുന്നു. നിനക്ക് കുഞ്ഞുനാളില് കേക്ക് എന്ത് ഇഷ്ടായിരുന്നോ? ഭാമയെ കല്യാണം കഴിച്ച് 1-ാം വിരുന്നിന് വന്നപ്പോ 1 കിലോ കേക്കും കൊണ്ടല്ലേ ഞാൻ വന്നത്. നിനക്ക് ഓർമ്മയില്ലേ? പച്ച കള്ളം. സത്യമാ. അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നോ? അല്ല, 1 കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചതാ. അങ്ങോട്ട് പറഞ്ഞില്ല. അശോക, നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് പോകാൻ തീവണ്ടിക്ക് സീറ്റ് ബുക്ക് ചെയ്യണ്ടേ? നമുക്ക് ബുദ്ധിമോശമല്ലോ സംഭവിച്ചിനി ഞാൻ പോകേണ്ടി വന്നാലും തമ്മി കണ്ട തല തല്ലി കീറാൻ നിൽക്കുന്ന നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ, ഞങ്ങൾ തമ്മിൽ എന്ത് സ്നേഹത്തിലാണെന്ന് അറിയൂ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പാത്രത്തിൽ നിന്നല്ലേ ഊണ് കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. കണ്ട കിസ് ചെയ്യണ കണ്ട. അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും വിവരവും വിദ്യാഭ്യാസമുള്ള നീ ശിക്ഷിക്കണം. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തും. ചിലപ്പോ ദേഷ്യം വന്നാൽ പുളിച്ച തെറി വിളിച്ചെന്നിരിക്കും. ആഹാ, അതൊരു ആനന്ദ ഭൈരവി രാഗം പോലെ ഞാൻ ആസ്വദിക്കും. ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും. അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എടുക്കും. പിടലിക്ക് പിടിച്ച് പുറത്താക്കിയാലോ? ഞങ്ങൾ പൊന്നളിയ, കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് നമുക്ക് എന്നാ അളിയാ പോവേണ്ടത്? തൽക്കാലം നമ്മൾ പോകുന്നില്ല. കൊളമാക്കിയല്ലോ. അപ്പൊ ഈ ജാതകത്തിലും രാജകത്തിലും ഒക്കെ കുറച്ച് കാര്യമുണ്ടല്ലേ? നിനക്കും പകർന്നോ ആ ഭ്രാന്ത്? ഈ ആഴ്ച എന്തായാലും വീടിന്റെ ജപ്തി നടക്കണം. കേറിക്കിടക്കാൻ ഇടമില്ലാതെ പെരുവഴി ശരണമാകുമ്പോഴും പാവം അമ്മ പറയും മകന് രാജയോഗം വരാൻ പോന്നു. ബാങ്ക് മാനേജറെ കണ്ട് സംസാരിച്ച് ജപ്തിക്കൊരു അവധി വാങ്ങിക്കൂടെ? പലവട്ടം സാവകാശം തന്നതാ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ. പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അന്ന് ആ വക്കീല് പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചൂടെ? പണ്ടെങ്ങോ നാട് വിട്ടുപോയ അമ്മാവൻ കടപ്പാടിന്റെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് കരുതി അവിടെ പോയൊരു വിവാഹം കഴിക്കുക, അതൊന്നും എന്റെ സാഹചര്യമായി പൊരുത്തപ്പെടില്ല. സാഹചര്യത്തിനൊത്ത് മാറണം, അതല്ലേ ജീവിതം. ശീലിച്ചിട്ടില്ല കുഞ്ഞികൃഷ്ണ. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് അഭിനയിക്കണം. മുണ്ട് മുറുക്കി ഉടുത്തായാലും മാനം കാക്കണം. മടിയിലിരുത്തി അച്ഛൻ തന്ന ഉപദേശങ്ങളാണിതൊക്കെ. മറ്റെന്ത് സഹിക്കാം. ഏട്ടൻ നടത്താൻ പോകുന്ന രാജകീയ കല്യാണവും സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങടെ മുഖത്ത് നോക്കാനാ മടി. നാളെ തെരുവിലിറങ്ങുമ്പോ അവളും ഉണ്ടാവും ഒപ്പം. അശോക, നീ ഇങ്ങനെ. സാരമില്ലടാ. പോസ്റ്റ്മാനെ കാണുമ്പോ അശോകന്റെ വിലാസം മാറിയ കാര്യം ഒന്ന് പറയണം. ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലവും വീട്ടുപേരും നീ ചുമ്മാ പറഞ്ഞാ മതി. വരട്ടെ.
പോലീസുകാർ വന്ന് നമ്മളെ പിടിച്ചിറക്കി വിട്ടായിരിക്കും ചെത്തി നടത്തുന്നത്, അല്ലേ മോനെ? പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നെങ്കിലും ഇതുവരെ നാട്ടുകാരെ അറിയിക്കാതെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇത്രയും കാലം മോന് അമ്മയോട് മറച്ചു വച്ചിരിക്കുകയായിരുന്നല്ലേ? അവധിക്കുള്ള ഓരോ നോട്ടീസ് വരുമ്പോഴും ആരും അറിയാണ്ട് കടം വീട്ടി തീർക്കാമെന്ന് വിചാരിച്ചു. നല്ല കാലം വരുന്ന ജാതകത്തിന്റെ കഥ എല്ലാവരും പറഞ്ഞപ്പോ ഞാനും അത് അറിയാണ്ടങ്ങ് വിശ്വസിച്ചു പോയി. തെക്കിനിക്കോലായുടെ തളത്തിൽ ഇപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അച്ഛൻ ഇരിപ്പുണ്ടെന്ന് തോന്നുക. ചിലപ്പോ കല്യാണിക്കുട്ടിയെന്ന് വിളിക്കും. മറുവിളിക്ക് ഒരുങ്ങുമ്പോഴാ വെറും ഒരു തോന്നലാണെന്ന് ഓർമ്മ വരിക. ഒന്നും ഓർക്കുമ്പോഴാ വിഷമം. ആ അസ്ഥിത്തറയിലെ വിളക്ക് വെപ്പ് ഇതുവരെ അമ്മ മുടക്കിയിട്ടില്ല. ഇനി അതും മുടങ്ങും. മോനെ, നീ ശുണ്ടിയെടുത്ത് അമ്മയോട് വഴക്കിന് വരരുത്. ഇന്നലെയും ആ വക്കീലിന്റെ കത്ത് വന്നു. എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നും ചോദിച്ച്. മോനെ, ഒരു കുടുംബം മുഴുവൻ നിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുക. അതെന്റെ മോൻ മറക്കണ്ട. ആലുവ താലൂക്കിൽ കാഞ്ഞൂർ പഞ്ചായത്തിൽ 7-ാം വാർഡിൽ വാരിക്കുഴിയിൽ വീട്ടിൽ ഗോവിന്ദൻ നായർ മകൻ ഗംഗാധരൻ നായർ സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വായ്പ തുക തിരിച്ചടയ്ക്കാത്തതിനാൽ ടിയാന്റെ പേരിലുള്ള വീടും സ്ഥാവര ജംഗമ വസ്തുക്കളും 1995 ജനുവരി 16 കോടതി വിധി പ്രകാരം കണ്ടുകെട്ടിയിരിക്കുന്നു. അയ്യോ, കൊട്ടാരം കൊട്ടാരം. ദേ വണ്ടി. വണ്ടിയല്ലടാ, കുതിര വണ്ടി. ചേട്ടൻ കയറ, ഞാൻ വലിക്കാം. ഐസ്ക്രീം പാർലർ, ഐസ്ക്രീം പാർലർ, ഐസ്ക്രീം പാർലർ അല്ലടാ, പണക്കാരുടെ ബീച്ചാ. ചേട്ടാ, ദേ കുളം. നമുക്ക് കുളം കോരാം. വാ. ഞാനും വരാം. വരിക. വഴിയല്ലാതെ പിന്നെ പോകാൻ വക്കീലേ. ഇന്നലെ വരുമെന്ന് കരുതി കാത്തിരുന്നു. എന്ത് പറ്റി അശോകൻ? അത് വണ്ടി ഡബിളായി പോയി. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഈ ദൂരയാത്രയിൽ ശീലമില്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാണ് വക്കീലെ. ദൂരയാത്രയിൽ ശീലമുള്ളവർക്കാണെങ്കിൽ ഭയങ്കര രസമാ. ഈയിടെ വക്കീൽ അല്പം കുംഭ ഇറങ്ങിയിട്ടുണ്ടല്ലോ. വക്കീൽ സാർ കുടുംബപരമായി പെട്ടെന്ന് വീർക്കുന്ന പ്രകൃതമാണ്. നീര് എങ്ങനെ നീര് വരാതിരിക്കും? പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല, തീറ്റി മാത്രം. ചേട്ടനെ പോലെ പോക്കിരിത്തരം പറയരുത്. ഓർക്കരുത്തരം പറഞ്ഞ ക്ഷമിക്കണം അളിയന്മാരാ, യാത്രാക്ഷീണം കൊണ്ട് ഇങ്ങനെ പിച്ചും പേയും പറയുക, കാര്യമാക്കണ്ട. മുൻചാമി, ഇവരെ അമൃതിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. എല്ലാം ചൊണ്ണമാരി. ശരി, അത്തേക്കല്ല ചെന്നോ. മോനെ അശോക, വലതുകാല് വെച്ച് കയറണം. വേണ്ട, ചാടി കേറാം. ഇങ്ങോട്ട് വന്നേക്കില്ലേ. പേരെന്നാ? കൊത്തുപണി ചെത്തി. ആര്? പൊട്ട്, പപ്പട, മീശ. ആയ് என் ரத்தத்தின் ரத்தமான அன்பு தமிழ் மக்களே, நான் தான் லாலிச்சன் கவுண்டர். இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்பிக்கும். நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனைப்பட மாட்டேன். நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல. என் தாய்நாடு தமிழ்நாடு தான். என் பெரியப்பா வரிது கவுண்டர் இந்த ஊர்ல ஒரு பெரிய டீ கடைக்கே கவுண்டரா இருந்தது. இதுக்கப்புறம் நீங்க சொல்லுங்கள், நான் யார்? എന്താ എന്ത് പറ്റി ചേട്ടാ? എന്താണോ നോക്കിക്കുന്ന? പോടാ അവിടുന്ന്. ചേട്ടാ,
എന്നാ സൊൽ. നിങ്ങൾ ഇവിടെ ചൊല്ലിക്കൊണ്ട് വന്നോ. ആ വക്കീൽ എന്താ പറഞ്ഞെന്നറിയോ? ഇഷ്ടമുള്ള മുറി തെരഞ്ഞെടുത്തോളാം. ഇങ്ങോട്ട് വന്നേ. ആ വക്കീൽ അങ്ങനെ പറഞ്ഞു. എങ്കിൽ എലുമ്പ് ഗുരുക്കൾ കയറി നിരങ്ങുന്നതിന് മുമ്പേ ഏറ്റവും നല്ല മുറി നമുക്ക് എടുക്കണം. ആ സുമി